ഒരു കഥ കേട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഈ കഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 4-5 ദിവസമായി നമ്മുടെ ഓൺലൈനിൽ വ്യത്യസ്ത ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ കഥ അങ്ങനെ പ്രചരിക്കുന്നുണ്ട് കേട്ടോ. ഈ കഥ എഴുതിയത് VKN ആണ് എന്നാണ് പലരും പറയുന്നത്. അതേ അവസരത്തിൽ തന്നെ അല്ല, VKN അല്ല, VKN ശൈലിയിലാണ് ഈ കഥ. പക്ഷെ അത് VKN അല്ല എഴുതിയത് എന്ന ഒരു അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ VKNന്റെ ഒരുപാട് കഥകളും നോവലുകളും ഒക്കെ വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ VKNന്റെ ഇങ്ങനെ ഒരു കഥ ഞാൻ മുമ്പ് വായിച്ചിട്ടില്ല. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഇതൊരു VKN ടച്ച് ഒക്കെ ഉണ്ട്. അതേ അവസരത്തിൽ തന്നെ അത് VKN അല്ല എഴുതിയത്, അത് ഞാനാണ് എഴുതിയതെന്നും പറഞ്ഞിട്ട് ഒരു കക്ഷി വന്നിട്ടുണ്ട്. അത് രാമചന്ദ്രൻ ചെലിച്ചേരി. അദ്ദേഹം പറയുന്നു ഇത് ഒരു അപേക്ഷയാണ്, ഈ കഥ എന്റേതാണ്, VKN എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കരുത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതാണ് എനിക്ക് പണി, എന്റെ കഥ എന്റേതാണ് എന്ന് തെളിയിക്കാൻ മറ്റുള്ളവരുടെ കാല് പിടിക്കൽ എന്ന് രാമചന്ദ്രൻ ചെലിച്ചേരി പറയുന്നു. അദ്ദേഹത്തിന്റെ വാളിലും ഈ കഥയുണ്ട്. അതേപോലെ വ്യത്യസ്തങ്ങളായ നിരവധി ഫേസ്ബുക്കുകളിൽ ഞാൻ ഈ കഥ കണ്ടു. പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും ഈ കഥ കേട്ടിരിക്കില്ല. പക്ഷെ നിങ്ങൾ കേൾക്കണം കേട്ടോ, നിങ്ങൾ കേൾക്കണം. ഇത് ഞാൻ ഈ കഥയെ പറ്റി ഒന്നും പറയുന്നില്ല, കഥയെക്കുറിച്ച് നമ്മളൊന്നും പറയുക. കഥ കേൾക്കുക. കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ് കഥയുടെ എന്താ പറയാ, കഥയുടെ ഭംഗി അല്ലെങ്കിൽ കഥയുടെ ശക്തി എന്നൊക്കെ പറയുന്നത്. ഒരു കഥ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ കഥ സൃഷ്ടിക്കുന്ന ഒരു വികാര പ്രപഞ്ചമുണ്ടല്ലോ, അങ്ങനെ ഒരു വികാര പ്രപഞ്ചമാണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ കഥ ഇങ്ങനെയാണ്. ശങ്കുണ്ണി മേനോൻ അന്തരിച്ചു. ശരിക്കും കേൾക്കണം എല്ലാരെ. ശങ്കുണ്ണി മേനോൻ, പ്രത്യേകിച്ചും അന്തംഗമികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയായിരിക്കും കേട്ടോ. അന്തംഗമികൾക്ക് ഇഷ്ടപ്പെട്ട കഥയായിരിക്കും. അവരിങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ അവരുടെ എന്താ പറയാ നീറിപ്പുകയുന്ന ചില വികാരങ്ങളൊക്കെ ഒന്ന് പുറത്തു ചാടിക്കാൻ ഈ കഥ വളരെ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഞാൻ കഥയിലേക്ക് കടക്കുകയാണ്. ശങ്കുണ്ണി മേനോൻ അന്തരിച്ചു. വൈകുന്നേരം 4 മണിക്കായിരുന്നു അന്ത്യം. ഘടാഘടിയനും, അപ്പോഴാണ് പറയുന്നത് നമ്മളൊരു VKN ടച്ച് വരുന്ന ഇവിടെയാണ്. ഘടാഘടിയനും താന്തോന്നിയും അസാമാന്യ ധൈര്യശാലിയുമായിരുന്നു. രാവിലെ 10 മണിയോടെ നാട് നീങ്ങും എന്നായിരുന്നു വൈദ്യൻ വിധിച്ചത്. വൈദ്യനെ പോലും തോൽപ്പിച്ച 6 മണിക്കൂർ. ഭാര്യയും മക്കളും മരുമക്കളും എല്ലാം അടുത്തുണ്ട്. വൈദ്യരുടെ പ്രവചനത്തെ പോലും തോൽപ്പിച്ച മേനോനോട് അയൽക്കാർക്കും ബഹുമാനമായിരുന്നു. മരിച്ചു കിടക്കുന്ന മേനോന്റെ പ്രൗഢഗംഭീര മുഖത്ത് നോക്കി അയലത്തെ പെണ്ണുങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് അടക്കം പറഞ്ഞു. എന്തൊരു പ്രൗഢിയാണ്, ചത്തു കിടക്കുമ്പോഴും ചമഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ. തറവാട് ക്ഷയിച്ചുവെങ്കിലും കോലോത്ത് ഒന്നിനും കുറവില്ലായിരുന്നു. സുഭിക്ഷ ഭക്ഷണവും പുത്തൻ ഉടുപ്പുകളും മേനോൻ ഉറപ്പാക്കിയിരുന്നു. തറവാട്ടുമുറ്റത്ത് തലയെടുപ്പോടെ ആന ചിഹ്നം വിളിച്ചു. വേലക്കാരികളുടെ എണ്ണത്തിനോ കാവൽക്കാരുടെ വേഷഭൂഷാദികൾക്ക് പോലുമോ ഓട്ടം തട്ടിയില്ല. ശങ്കുണ്ണി മേനോനെ കണ്ടു പഠിക്കണമെന്ന് അന്യ നാട്ടുകാർ പോലും പറയാറുണ്ട്. ശ്രദ്ധിക്കണേ, ശങ്കുണ്ണി മേനോനെ കണ്ടു പഠിക്കണമെന്ന് അന്യ നാട്ടുകാർ പോലും പറയാറുണ്ട്. ഇരുചെവി അറിയാതെ എല്ലാം മേനോൻ നോക്കി നടത്തിയിരുന്നു. ദഹനവും സഞ്ചയനവും കഴിഞ്ഞ് 41-ന് സർവാണി സദ്യയും കഴിഞ്ഞു. തറവാട്ടിലെ അന്തേവാസികൾ മാത്രം ബാക്കിയായി. വട്ടമേശ യോഗത്തിൽ കൂട്ടത്തിൽ മൂത്തയാൾ അനന്തര അവകാശിയായി ചാർജ് എടുത്തു. മേനോന്റെ ഓർമ്മക്കായി പൂർണ്ണകായ പ്രതിമ എന്ന നിർദ്ദേശം കൂട്ടത്തിൽ ആരോ മുന്നോട്ട് വെച്ചു. കൊള്ളാം എന്ന് എല്ലാവരും സമ്മതിച്ചു. എന്താണ്? മേനോന്റെ ഓർമ്മയ്ക്കായി ഒരു പൂർണ്ണകായ പ്രതിമ എന്ന നിർദ്ദേശം കൂട്ടത്തിൽ ആരോ മുന്നോട്ട് വെച്ചു. അത് കൊള്ളാമെന്ന് എല്ലാവരും സമ്മതിച്ചു. കണക്കപ്പിള്ളയോട് ഖജാനയുടെ വിവരം വായിക്കാൻ ആവശ്യപ്പെട്ടു. കണക്കപ്പിള്ള ആരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞു, പ്രതിമ വേണ്ട, ഒരു ഫോട്ടോ വരച്ചു വെച്ചാൽ മതി. പറ്റില്ലെന്ന് എല്ലാവരും തീർത്തു പറഞ്ഞു. അല്ലൽ അറിയിക്കാതെ കുടുംബം പോറ്റിയ മനുഷ്യനോട് നന്ദികേട് പാടില്ല, അവർ ഉറപ്പിച്ചു. വഴങ്ങില്ലെന്ന് മനസ്സിലായ കണക്കപ്പിള്ള കണക്ക് പുസ്തകം മേശപ്പുറത്ത് വെച്ചു. പുതുതായി ചാർജ് എടുത്ത അധികാരി പുസ്തകത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ആ പുസ്തകത്തിൽ ആന പണയത്തിലാണ്, തെങ്ങുംതോപ്പ് പണയത്തിലാണ്, തറവാട് പണയത്തിലാണ്, ചുറ്റുമതിലിന്റെ കല്ലുകൾ പോലും വിറ്റു. മരണശേഷം പൊളിക്കാനാണ് കരാർ. അത് മൂപ്പര് മരിച്ചു കഴിഞ്ഞിട്ട് പൊളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ കല്ലുകൾ വരെ മൂപ്പര് ശങ്കുണ്ണി നായർ വിറ്റിട്ടുണ്ട് കേട്ടോ. കണക്ക് പുസ്തകം മുഴുവൻ വായിച്ച് വിയർക്കുന്ന പുത്തൻ അധികാരിയോട് മറ്റുള്ളവർ കാര്യം തിരക്കി. അധികാരി മീശ വിരിച്ച് കാർക്കിച്ച് തുപ്പി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, നായിന്റെ മോൻ. നായിന്റെ മോൻ എന്നാണ് കഥയുടെ പേര് കേട്ടോ. ഡാഷിന്റെ മോൻ എന്നും വേണമെങ്കിൽ നമുക്ക് ഈ കഥയെ
കഥക്ക് അങ്ങനെ ഒരു പേരിടാം. അപ്പൊ ഈ ഒരു കഥ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുകയാണ്. ഈ കഥ വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്കും ഇതൊരു വീക്കെൻഡ് ടച്ച് അവിടെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ, ഒരു വീക്കെൻഡ് ടച്ച്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആരാണ് രാമേന്ദ്രൻ ചെടിച്ചേരി പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഥയാണ്. ആരുടെ കഥയായാലും കഥ ആരെഴുതിയെന്നല്ല, ഈ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സുഖം തോന്നുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഏതായാലും ശങ്കുണ്ണി മേനോൻ ചെയ്ത ഈ കൊടും ചതി തറവാട്ടിലെ കാര്യങ്ങൾ ചുറ്റുമതിൽ പോലും കക്ഷി പൊളിച്ചു വിറ്റാളഞ്ഞു. അതുകൊണ്ടാണ് അധികാരി പറഞ്ഞത് പൂർണ്ണകായ പ്രതിമേനി വേണ്ട, ഒരു ചിത്രം വരച്ചു വെച്ചാൽ മതി, അതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ. അപ്പോഴാണ് പുതുതായി സ്ഥാനമേൽക്കാൻ വേണ്ടിയിട്ട് പല അധികാരികളും ഇവിടെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അങ്ങനെ ഒച്ചപ്പാട് ബേളുണ്ടാക്കി പുതിയ അധികാരിക്കായിട്ട് വന്നു കഴിഞ്ഞാലേ അവസാനം കണക്ക് പുസ്തകം നോക്കുമ്പോ നിങ്ങൾക്കും വിളിക്കേണ്ടി വരും, ഡാഷിന്റെ മോനെ എങ്ങനെയൊക്കെ കുട്ടിച്ചോറാക്കി വെച്ചിട്ടല്ലടാ പോയത് എന്ന് ചോദിക്കേണ്ടി വരും. പോട്ടെ, ഇതൊരു കഥയാണ്. കഥ അതിനങ്ങേപ്പുറം ഒന്നുമില്ല. ഇത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ ആരുമായും ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക്, കഥാസന്ദർഭങ്ങൾക്ക് ഒരു സാമ്യവുമില്ല എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഐശ്വര്യപൂർണമായ ഒരു വിഷു എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.